ഇനി ദേശീയ സംസ്ഥാന എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ പാലാ ബ്രില്യൻ സ്റ്റഡി സെന്റർ ആദരിച്ചു. ഡയമണ്ട് ഓഡിറ്റോറിയത്തിൽ നടന്ന വിക്ടറി ഡേ ചടങ്ങിൽ ക്യാഷ് അവാർഡും മെഡലും സമ്മാനിച്ചു വിദ്യാർത്ഥികൾക്ക്. 2024 ജെഇഇ അഡ്വാൻസ്ഡ്, ജെഇഇ മെയിൻ, കീം ഉൾപ്പെടെയുള്ള എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് ബ്രില്യന്റ് ആദരിച്ചത്. വിക്ടറി ഡേ ചടങ്ങിൽ രാഷ്ട്രീയ, സാമുദായിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. മനോഹരമായ ഈ നിമിഷത്തിന് നമ്മുടെ മക്കളുടെ മനസ്സുകളിലുള്ള മനോഹര നിമിഷത്തിന് നമുക്ക് സാക്ഷിയാകാം. ജോസ് കെ മാണി എംപിയാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. പാലായുടെ പേര് വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്നു കേൾക്കുന്നതിന് ബ്രില്യന്റിന്റെ പ്രവർത്തനം ഏറെ ഗുണം ചെയ്തുവെന്ന് ജോസ് കെ മാണി. പാർലമെന്റ് അംഗമെന്ന് നിർമ്മിക്കുമ്പോൾ എന്റെ എപ്പോഴുമുള്ളൊരു സ്വപ്നം കേരളം, അത് മാത്രമല്ല കോട്ടയം, അത് മാത്രമല്ല എൻ്റെ സ്വന്തം സ്ഥലമായ പാല ഒരു എഡ്യൂക്കേഷൻ ഹബ്ബാക്കി മാറ്റണം എന്നുള്ളതാണ്. വിദ്യാഭ്യാസ മേഖലയിൽ പകരം വെക്കാനില്ലാത്ത പ്രവർത്തനമാണ് ബ്രില്യന്റ് നടത്തിയതെന്ന് 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ അഭിപ്രായപ്പെട്ടു. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് കുറേ അധികം മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഇനിയും പാലാ ബ്രില്യന്റിന് കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം വളരെ അടിത്തറ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഇതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ കേരളത്തിന്റെ വിദ്യാഭ്യാസ മുഖച്ഛായയിൽ അതിന്റെ ചരിത്രം മാറ്റി എഴുതാൻ നിങ്ങൾക്കൊരു വലിയ പങ്ക് വഹിക്കാൻ കഴിയും. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ക്യാഷ് അവാർഡും സ്വർണ്ണ മെഡലും മെമന്റോയും നൽകിയാണ് അനുമോദിച്ചത്. ജെഇഇ മെയിൻ, ജെഇഇ അഡ്വാൻസ്ഡ്, കീം ഉൾപ്പെടെയുള്ള പരീക്ഷകളിൽ മികച്ച റാങ്കുകൾ നേടിയ ദേവാനന്ദ് പിക്ക് 10 ലക്ഷം രൂപയും, ഹാഫിസ് റഹ്മാന് 5 ലക്ഷം രൂപയും, അലൻ ജോണി അനിൽ, ജോർഡൻ ജോയി എന്നിവർക്ക് 4 ലക്ഷം രൂപയും സമ്മാനമായി നൽകി. ചീഫ് വിപ്പ് എൻ ജയരാജ്, ഫ്രാൻസിസ് ജോർജ് എം പി, എംഎൽഎമാരായ മാണി സി കാപ്പൻ, മോൻസ് ജോസഫ്, ചാണ്ടിയുമ്മൻ എന്നിവരും കുട്ടികളുടെ മാതാപിതാക്കളും പങ്കെടുത്തു. 24 കോട്ടയം. തീർച്ചയായിട്ടും ഈ പാലാ ബ്രില്യൻ്റ് എത്രയോ കാലമായി നമ്മൾ ഏതാണ്ട് 4 പതിറ്റാണ്ടോളമായി ഈ പാലാ ബ്രില്യനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നു. മാത്രമല്ല 700ഓളം അധ്യാപകർ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമായിട്ട് അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഈ ഞാൻ അവിടെ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, UK-യിൽ ലീഡ്സ് എന്നൊരു സ്ഥലമുണ്ട്. ലീഡ്സ് ഒരു നഗരമാണ്. ആ നഗരത്തിൽ ശരിക്കും അവിടെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്. ആ ലീഡ്സ് യൂണിവേഴ്സിറ്റിയിൽ ഏതാണ്ട് 2 ലക്ഷത്തോളം ഇന്ത്യൻ കുട്ടികൾ പഠിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ലീഡ്സ് എന്ന് പറയുന്ന സ്ഥലം മുഴുവൻ ജീവിച്ചു പോകുന്നത് ഈ കുട്ടികളുടെ വിദ്യാഭ്യാസം നടക്കുന്നുകൊണ്ടാണ്, അവിടെ ചെന്നിറങ്ങുന്ന വിദ്യാർത്ഥികൾ. അതുപോലെ തന്നെയാണ് പാലാ ബ്രില്യൻ്റ്, പാലയുടെ ചരിത്രം മാറ്റിയെഴുതുന്ന ഒരുപാട് ഹോം സ്റ്റേ, കച്ചവടങ്ങൾ, ഇതെല്ലാം യഥാർത്ഥത്തിൽ ആയിരക്കണക്കിന് കുട്ടികൾ ഓരോ വർഷവും വരുന്നത് കൊണ്ട് പാലായുടെ മുഖം മാറാൻ, മുഖം മിനുക്കാൻ പാലാ ബ്രില്യന് കഴിയുന്നു. കൺഗ്രാജുലേഷൻസ്.